നെക്സ്റ്റ് വന്നിരിക്കുന്ന പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണക്ക് ഒരു ഓവർ ഹാങ്ങിങ് സെക്ഷൻ അഥവാ ഇത് കണക്ക് ഡയറക്റ്റ് സൈഡിൽ മൊമെൻറ്റ് തരുന്ന കണക്കത്തെ ക്വസ്റ്റൻ ആയിരിക്കും. നമ്മളിപ്പം ഓവർ ഹാങ്ങിങ് സെക്ഷനാണ് വരുന്നതെങ്കിൽ അതിനെ എന്താക്കി മാറ്റും, മൊമെൻ്റാക്കി മാറ്റും. അതല്ല ഇത് കണക്ക് മൊമെൻറ്റ് പോലെയാണ് വരുന്നതെങ്കിലും രണ്ടും ഒരു കണക്ക് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് അത് കണക്ക് തന്നെ എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടെന്ന് വെച്ചാൽ എത്ര പോസിബിൾ റിയാക്ഷൻസ് ഉണ്ട് അത് R1 R2 എക്സെട്ര പോലെ മാർക്ക് ചെയ്യുന്നു. ഓരോ ബീമിനെ കറസ്പോണ്ടിങ് നമ്മൾ ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റ്സ് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ഓരോ സ്പാനിൽ ഈ 2 എലമെൻ്റൽ കോർഡിനേറ്റ്സ് എന്നുള്ള രീതിയിൽ മാർക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഓവർ ഹാങ്ങിങ് സെക്ഷനെ മൊമെൻ്റ് ആക്കിക്കൊണ്ട് തന്നെ നമ്മൾ ആ അടുത്ത സ്പാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് സപ്പോസ് CD എന്നായിരുന്നെങ്കിൽ CDയുടെ നമ്മൾ എടുക്കുന്നില്ല. പിന്നെ നമുക്ക് വേണ്ടുന്നത് എന്താണ്, ലോഡ് മെട്രിക്സ് ആണ്. ലോഡ് മെട്രിക്സിൻ്റെ കേസിൽ നമ്മൾ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നിൻ്റെയും ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റ്സ് നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ ഇക്വിലിബ്രിയം സെക്ഷൻ വരയ്ക്കുമ്പോഴേക്കും അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ മാർക്ക് ചെയ്തുകൊണ്ടുള്ള ഇക്വിലിബ്രിയം സ്ട്രക്ചർ വരുന്നു. അപ്പം ആ ഇക്വിലിബ്രിയം സ്ട്രക്ചർ എടുക്കുമ്പോൾ നമ്മൾ ആ ജോയിൻറ്റിൽ വരുന്ന മൊമെൻ്റ് കൂടി കൺസിഡർ ചെയ്യണം. അതാണ് ഈ ഒരു പ്രോബ്ലത്തിൽ വരുന്ന വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം അതുകൂടി ഇൻ എഫക്റ്റ് നമ്മൾ നോക്കിയിട്ട് വേണം ഫൈനലായിട്ട് വരുന്ന ലോഡ് മെട്രിക്സ് എഴുതാൻ. അപ്പോൾ നമുക്ക് R1ഉം R2 എന്ന 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ആയിരുന്നു വന്നത്. R1ൻ്റെ അതുപോലെ തന്നെ 17.78 ആൻറ്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് -17.78. പക്ഷേ R2ന് കറസ്പോണ്ടിങ് ഒരു ക്ലോക്ക് വൈസിൽ 100 ഉണ്ട്, ആൻറ്റി ക്ലോക്ക് വൈസിൽ 71.11 ഉണ്ട്. അതിൻ്റെ ഇൻ എഫക്റ്റാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. ബാക്കിയെല്ലാം നമ്മുടെ യൂഷ്വൽ സ്റ്റെപ്പ്. അടുത്തത് നമുക്ക് K മെട്രിക്സ്, സ്റ്റിഫ്നെസ് മെട്രിക്സ് ആണ് വേണ്ടത്. അപ്പം ഓരോന്നും ഡയഗണൽ മെട്രിക്സ് ആയിട്ടാണ് എഴുതുന്നത്. എത്ര സ്പാൻ ഉണ്ടോ അതിന് ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് 2EI/L മെട്രിക്സ് 2 1 1 2 എന്നുള്ള രീതിയിൽ നമ്മൾ K മെട്രിക്സ് ഡയഗണൽ മെട്രിക്സ് K ഫോം ചെയ്യുന്നു. എന്നിട്ട് ബീറ്റ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ R1 1ഉം R2ന് 0യും കൊടുത്തുകൊണ്ടുള്ള ഫസ്റ്റ് വാല്യൂ, പിന്നെ R2ന് 1ഉം R1ന് 0യും കൊടുത്തുകൊണ്ട് സെക്കൻഡ്. അപ്പോൾ ഈ ബീറ്റയുടെ മെട്രിക്സിൻ്റെ സൈസ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എലമെൻ്റൽ കോർഡിനേറ്റ്സ് ഇൻറ്റു സ്ട്രക്ചർ കോർഡിനേറ്റ്സ് ആണ്. അപ്പോൾ എലമെൻ്റൽ കോർഡിനേറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 1 സ്റ്റാർ 2 സ്റ്റാർ അല്ലെങ്കിൽ 1 ഡാഷ് 2 ഡാഷ് എന്ന് പറഞ്ഞുകൊണ്ട് എത്ര ബീമുണ്ട് ഓരോ ബീമിനും ഈ 2 എലമെൻ്റൽ കോർഡിനേറ്റ്സ് എന്നുള്ള രീതിയിൽ ടോട്ടൽ എത്ര എലമെൻ്റൽ കോർഡിനേറ്റ്സ് ഉണ്ടോ അതേ ഇൻറ്റു ഡിഗ്രി ഓഫ് ഫ്രീഡം ടോട്ടൽ എത്രയാണ്, അതാണ് സ്ട്രക്ചർ കോർഡിനേറ്റ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് എലമെൻ്റൽ കോർഡിനേറ്റ്സ് 4ഉം സ്ട്രക്ചർ കോർഡിനേറ്റ്സ് 2 ആയിരുന്നു. അപ്പം എലമെൻ്റൽ കോർഡിനേറ്റ്സ് ബൈ സ്ട്രക്ചർ കോർഡിനേറ്റ്സ് അത്രയായിരിക്കും നമ്മുടെ മെട്രിക്സിൻ്റെ സൈസ് വരുന്നത്. ഇനി നോക്കേണ്ടത് R1ന് 1ഉം R2ന് 0 ഇട്ടുകൊണ്ടുള്ള വാല്യൂസാണ്. അപ്പോൾ ഇവിടെ നമ്മൾ R1ന് 1ഉം R2ന് 0 ഇടുമ്പോഴും നമ്മൾ ആ വാല്യൂസ് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ R1 എന്ന ജോയിൻറ്റ് B എന്ന ജോയിൻറ്റ് കണക്ട് ചെയ്തേക്കുന്ന എലമെൻ്റൽ കോർഡിനേറ്റ്സിൽ നമ്മൾ എന്ത് കൊടുക്കും, 1 കൊടുക്കും, ബാക്കിയുള്ളതിന് 0 കൊടുക്കും. അപ്പോൾ ഇവിടെ ഈ 1ന് എന്ത് വരും, 0 വരും. 2ഉം 3ഉം R1ഉമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ അവിടെ എന്ത് വരും, 1 1. അപ്പം 0 1 1 0 എന്ന് വരും. ഇനി R2ന് 1ഉം ഇതിന് 0യും കൊടുക്കുമ്പം ഇതുമായിട്ട് കണക്ഷനുള്ളത് അപ്പോൾ ഇത് 4 മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് വരും, 0 0 0 1. ആ രീതിയിലാണ് നിങ്ങൾ ബീറ്റ മെട്രിക്സ് എഴുതേണ്ടത്. നമുക്ക് ബീറ്റ മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇക്വേഷൻസ് വെച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്യുന്നതാണ്. ക്യാപിറ്റൽ K = ബീറ്റ ട്രാൻസ്പോസ് K ബീറ്റ. ഇതെന്ന് പറയുന്നത് സ്റ്റിഫ്നെസ് മെട്രിക്സ് ആണ്. ആ മെട്രിക്സ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് K കിട്ടും. അത് കഴിഞ്ഞ് വരുന്ന അടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത് R = K ഇൻവേഴ്സ് P. K നേരത്തെ കിട്ടിയ Kയുടെ ഇൻവേഴ്സ് ഇൻറ്റു ലോഡ് മെട്രിക്സ് സ്മോൾ r കിട്ടും. ദെൻ ദ നെക്സ്റ്റ് ഇക്വേഷൻ ഈസ് ഫോഴ്സിൻ്റെ വാല്യൂ Q = K ബീറ്റ R. നേരത്തെ കിട്ടിയ K ഇൻറ്റു ബീറ്റ ഇൻറ്റു ഈ R. അതാണ് നമ്മുടെ Q കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഈ Q കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ മൊമെൻറ്റ് കിട്ടുന്നത് Q + FEM ആണ്. അപ്പോൾ ഈ ഫൈനൽ മൊമെൻറ്റിന് കറസ്പോണ്ടിങ്ങും നമ്മുടെ എക്സ്റ്റേണൽ ലോഡിനും കറസ്പോണ്ടിങ്ങുമാണ് നമ്മൾ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ SFDയും കൂടി കണ്ടുപിടിക്കണം. ഷിയർ ഫോഴ്സ് ഡയഗ്രാം നമ്മൾ എടുക്കുന്നത്, ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം നമ്മൾ വരയ്ക്കുന്നത് നമുക്ക് ഈ കിട്ടിയേക്കുന്ന ഫൈനൽ മൊമെൻറ്റും നമ്മുടെ എക്സ്റ്റേണൽ ലോഡിന് കറസ്പോണ്ടിങ് ഉള്ള മൊമെൻറ്റും കൂടി ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ BMD വരയ്ക്കുന്നത്. SFDയുടെ കേസ് വരുമ്പോഴേക്കും നിങ്ങൾ അവിടുത്തെ റിയാക്ഷൻസും ഇപ്പോൾ കിട്ടിയേക്കുന്ന മൊമെൻറ്റ്സും നമുക്ക് എക്സ്റ്റേണലി വരുന്ന മൊമെൻറ്റും അവിടുത്തെ നമ്മൾ കണ്ടുപിടിച്ച ഫൈനൽ മൊമെൻറ്റും രണ്ടിൻ്റെയും കൂടി ഇൻ എഫക്റ്റ് നെറ്റ് മൊമെൻറ്റ്, ആ നെറ്റ് മൊമെൻറ്റിൻ്റെ വെച്ചിട്ടുള്ള റിയാക്ഷൻ പ്ലസ് നമ്മുടെ ആക്ച്വൽ ലോഡ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ലോഡ് വെച്ചിട്ടുള്ള റിയാക്ഷൻ, ആ രണ്ടിൻ്റെയും കൂടി സമ്മേഷനെ ഇൻകോപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്,
SFD വരയ്ക്കുന്നത്. ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻ.